അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സൂറത്തുൽ ഗാശിയയിലെ 8 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് റഹീഖുൽ ഖുർആനിന്റെ 3-ാമത്തെ സെഷനിലെ 28-ാമത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായി അതിന്റെ ഖിറാഅത്ത് ഒന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വജൂഹു യൗമഇദിൻ നാഇമ لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. ഇനി അതിലെ 8-ാമത്തെ വചനം നോക്കാം. വുജൂഹു യൗമഇദിൻ നാഇമ. ആയത്തിന്റെ അർത്ഥം, ചില മുഖങ്ങൾ അന്നത്തെ ദിവസം ആനന്ദഭരിതമായി മിനുസം പൂണ്ടവയായിരിക്കും. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമ ഇദിൻ, അന്നേ ദിവസം, നാഇമത്തുൻ, മിനുസം പൂണ്ടവയായിരിക്കും. അല്ലെങ്കിൽ സന്തോഷം കാരണത്താൽ അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന അനുഗ്രഹം കണ്ടത് കാരണത്താൽ അവരുടെ മുഖം തിളങ്ങി നിൽക്കുന്നതായിരിക്കും എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, ഈ വചനവും ഇതിന്റെ തൊട്ടുമുമ്പുള്ള 1-2 ആയത്തുകളും ചേർത്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിൽ ജനവിഭാഗങ്ങൾ പരലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത് 2 രീതിയിലാണ് എന്ന് പറയുന്നതായിട്ട് കാണാം. ഒന്നാമത്തേത് വുജൂഹുൻ ആമിലത്തുൻ ഖാശിഅത്തുൻ നാസിബത്തുൻ, പണിയെടുത്ത് ക്ഷീണിച്ച് കുഴങ്ങി നിൽക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷ മുന്നിൽ കണ്ട് ഭയന്ന് നിൽക്കുന്ന ജനവിഭാഗത്തെയാണ്. അവർ ഭൗതിക ലോകത്ത് അള്ളാഹിനെ പരിഗണിക്കാതെ ജീവിച്ചവരാണ്, അള്ളാഹ്ക്ക് ആരാധനകൾ അർപ്പിക്കാത്തവരാണ്. രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് വുജൂഹുൻ നാഇമത്തുൻ, അവർ സന്തോഷഭരിതമായി നിൽക്കുന്ന മുഖങ്ങളാണ്, മിനുസം പൂണ്ട് നിൽക്കുന്ന മുഖങ്ങളാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവരുടെ മുഖം പ്രശോഭിതമായി നിൽക്കുന്നത്. അഥവാ പരലോകത്ത് ഇങ്ങനെയൊക്കെ വരാനുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കുകയും ഇഹലോകത്ത് കഠിനാധ്വാനത്തിലൂടെ ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്ത ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നൽകേണ്ട ആരാധനകളിൽ വീഴ്ച വരുത്താതെ അത് ഭംഗിയായി ഇഖ്ലാസോടുകൂടി നിർവഹിച്ച ജനവിഭാഗവുമാണ് ഈ പറയപ്പെട്ട 2-ാമത്തെ വിഭാഗം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ടാണ് അവർ ഇപ്പോൾ സന്തോഷിച്ചു നിൽക്കുന്നത് എന്ന് അടുത്ത വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്. ലിസഅയിഹാ റാദിയ, അഥവാ അവയുടെ പ്രയത്നത്തെ അവ സ്വയം തൃപ്തിപ്പെട്ടവരായിരിക്കും എന്നാണ്. ലിസഅയിഹ, അവയുടെ പ്രയത്നത്തെ, അഥവാ അങ്ങനെ നിൽക്കുന്ന ആ മുഖങ്ങൾ, ആ മുഖങ്ങളുടെ പ്രയത്നത്തെ, റാദിയത്തുൻ, അവർ സ്വമേധയാ തൃപ്തിപ്പെട്ടവയുമായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങൾ പാഴായി പോയിട്ടില്ലല്ലോ, അത് ഞങ്ങളിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് എന്നത് അവരുടെ മുന്നിൽ പ്രത്യക്ഷമാകുമ്പോൾ തങ്ങൾ ചെയ്ത പ്രയത്നങ്ങൾക്കിതാ ഞങ്ങൾ തൃപ്തിയടഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നതായിരിക്കും എന്നാണ്. ഇമാം തബരി റഹ്മഹുല്ലാഹ് പറയുന്നു, ലിസഅയിഹാ റാദിയ എന്ന് പറഞ്ഞാൽ ലിഅമലിഹാ അല്ലദീ അമിലത് ഫി ദുനിയ മിൻ തഅതി റബ്ബിഹാ റാദിയ, അഥവാ തന്റെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ഇഹലോകത്ത് ആർഭാടമായി ജീവിക്കാതെ തീർത്തും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് അനുസരണയുള്ളവരായി ജീവിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്തതിൽ അവർ തൃപ്തി അടഞ്ഞിരിക്കുന്നു എന്നാണ്. മറ്റൊരു രീതിയിൽ അർത്ഥം പറയുകയാണെങ്കിൽ അവർക്ക് ലഭിച്ച സവാബുകൾ, പ്രതിഫലങ്ങളിൽ അവർ ഇതാ തൃപ്തി അടഞ്ഞിരിക്കുന്നു എന്നും പറയാൻ സാധിക്കുന്നതാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലയും അതേ രീതിയിൽ തന്നെ വിശദീകരിച്ചതായി കാണാം. അഥവാ അവർ പരലോകത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ മുഖങ്ങൾ തിളങ്ങി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇഹലോകത്ത് തങ്ങൾ വെടിഞ്ഞ എല്ലാ ആനന്ദങ്ങൾക്കുമുള്ള ഇരട്ടിയായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല അവിടെ അവർക്ക് ആനന്ദം നൽകുന്നതായിരിക്കും. അവർക്ക് അവിടെ ഫറഹ് ഉണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം മുന്നിൽ കണ്ട അടിസ്ഥാനത്തിലാണ് വുജൂഹു യൗമഇദിൻ നാഇമ, അന്നേ ദിവസം അവരുടെ മുഖങ്ങൾ പ്രശോഭിതമായി നിൽക്കും, അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്നാൽ ആദ്യം പറഞ്ഞ വിഭാഗത്തെ സംബന്ധിച്ചാണെങ്കിലോ, ബിഖിലാഫിൽ വുജൂഹിൽ ഊല ഫഇന്നഹാ ഗാദിബത്തുൻ വൽഇയാദു ബില്ലാഹ്, അഥവാ തീർത്തും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട്
ഖേദം കാരണത്താൽ തങ്ങളുടെ വിരൽ കടിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശേഷം 10-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ഫീ ജന്നത്തിൻ ആലിയ, സന്തോഷത്താൽ മിനുസം വീണ് നിൽക്കുന്ന ആ മുഖങ്ങൾ അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഫീ ജന്നത്തിൻ, സ്വർഗത്തിലായിരിക്കും ഉണ്ടാവുക. ആലിയത്തിൻ, ഉന്നതമായ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ഐ റഫീഅത്തുൻ ബഹിയത്തുൻ ഫിൽ ഖുറഫാതി ആമിനൂൻ, അഥവാ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ആകാശങ്ങളെക്കാൾ ഉയരങ്ങളിൽ നിൽക്കുന്ന സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക. തീർത്തും അലങ്കൃതമായ മുറികളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ടാവുക. അവർ അതിൽ നിർഭയത്വത്തോടുകൂടി പ്രവേശിക്കുന്നതായിരിക്കും എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, വൽ ജന്നത്തു ഹിയ ദാറുൻ നഈം അല്ലതി അഅദ്ദഹ അല്ലാഹു ലിഔലിയാഇഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ തന്നെ അനുസരിച്ച് ജീവിച്ച, തനിക്ക് വേണ്ടി ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിതം നയിച്ച വിശ്വാസികൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഉറ്റമിത്രങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ച സ്ഥിര താമസക്കാരാകുവാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂമ്പാരമടങ്ങിയ ഗേഹങ്ങളാണ് സ്വർഗം എന്നുള്ളത്. അള്ളാഹു നമ്മെ അതിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും നമുക്ക് ധാരാളം വിശേഷണങ്ങൾ കാണാം. ഫിഹാ മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ അതിലുണ്ടായിരിക്കും. വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേൾക്കാത്ത, ഇന്നേ വരെ കേൾക്കാത്ത അനുഗ്രഹങ്ങൾ അതിലുണ്ടായിരിക്കും. വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഭാവന ചെയ്യാൻ കഴിയാത്ത വിധം അത്രയും അലങ്കൃതമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ അനുഗ്രഹങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിൽ നമുക്ക് കാണാം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അഥവാ തന്റെ അടിമകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സജ്ജമാക്കി വെച്ചിട്ടുള്ള കൺകുളിർമയുള്ള അനുഗ്രഹങ്ങൾ അതൊരു മനുഷ്യന്റെ മനസ്സിലും ചിത്രീകരിക്കാൻ കഴിയാത്ത വിധം, ഒരാൾക്കും അറിയാത്ത വിധം അത്രയും അള്ളാഹു അത് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണ് എന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. അത് അവിടെ എത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു സുഖ്റുഫിലെ 71-ാമത്തെ വചനത്തിൽ കാണാം, വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ, അഥവാ അതിൽ ഒരു മനുഷ്യൻ ആശിക്കുന്നതെല്ലാം തന്നെ അവനുണ്ടായിരിക്കും. അവന്റെ കണ്ണിന് കുളിർമയേകുന്ന, ആസ്വാദനമേൽക്കുന്ന എല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും. അവർ അതിൽ ശാശ്വതന്മാരായി കൊണ്ട് വസിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയായ ഫിർദൗസിൽ നമ്മെ എല്ലാം പ്രവേശിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഫീ ജന്നത്തിൻ ആലിയത്തിൻ, ഏറ്റവും ഉന്നതിയായ സ്വർഗത്തിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക എന്നാണ്. അവിടെ ആലിയത്ത്, ഉന്നതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഹിയ ഫൗഖ സമാവാതി സബഅ, 7 ആകാശങ്ങൾക്കും മീതെയായിരിക്കും സ്വർഗം അന്നേ ദിവസം അല്ലാഹു സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കുക. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം തസൂലു സമാവാതു സബഉ വൽ അർദൂൻ വലാ യബ്ഖാ ഇല്ലാ അൽ ജന്ന വന്നാർ, അഥവാ ഖിയാമത്ത് നാളിൽ സ്വർഗവും നരകവും അല്ലാത്ത ഭൂമിയും ആകാശവും എന്നിങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ചേർത്തൊരു മഹ്ശറിന്റെ ഭൂമിയാക്കി മാറ്റുന്നതായിരിക്കും. ആകാശവും ഭൂമിയും എല്ലാം തന്നെ നീക്കം ചെയ്യപ്പെടുന്നതായിരിക്കും. അതെല്ലാം സ്വർഗവും നരകവും മാത്രമായി മാറുന്ന ഒരു സാഹചര്യം അന്നേ ദിവസം ഉണ്ടായിരിക്കും. അതിൽ സ്വർഗം ഏറ്റവും ഉയരങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ സ്വർഗത്തെ സംബന്ധിച്ച് അതിന്റെ മുകൾ ഭാഗവും നടുഭാഗവും എല്ലാം ഫിർദൗസ് ആയിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അല്ലദീ ഫൗഖഹു അർശുർ റബ്ബ്, അതിന്റെയും മുകളിലാണ് റബ്ബ് സുബ്ഹാനഹു തആലയുടെ അർശ് ഉണ്ടായിരിക്കുന്നത്, സിംഹാസനം ഉണ്ടായിരിക്കുന്നത്. ഫിർദൗസിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയെ കാണാനുള്ള അവസരവും ഉണ്ടായിരിക്കുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഫിർദൗസിൽ എത്തിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെയും മുത്തഖീങ്ങളുടെയും കൂടെ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 11-ാമത്തെ വചനം, ലാ തസ്മഉ ഫീഹാ ലാഗിയ, അതിൽ വെച്ച് യാതൊരു നിരർത്ഥമായതും അഥവാ ഒരു അനാവശ്യവും അവിടെ കേൾക്കാൻ സാധിക്കുകയില്ല. ലാ തസ്മഉ, അവ കേൾക്കുകയില്ല, അഥവാ ആ മുഖങ്ങൾ കേൾക്കുകയില്ല. 2 രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, ആ മുഖങ്ങൾ കേൾക്കുകയില്ല. രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിസംബോധന ചെയ്യുന്നു എന്ന രീതിയിൽ, ലാ തസ്മഉ, പ്രവാചകരെ താങ്കൾക്ക് കേൾക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ താങ്കൾ കേൾക്കുകയില്ല
ഫീഹ ആ സ്വർഗത്തിൽ വെച്ച് ലാഗിയതൻ ഒരു നിരർത്ഥമായതും ഒരു അനാവശ്യവും അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, ലാ തസ്മഉ ഫീഹ ലാഗിയ എന്ന് പറഞ്ഞാൽ ലാ യുസ്മഉ ഫിൽ ജന്നത്തി അല്ലതി ഹും ഫീഹ കലിമത ലഗ്വിൻ, അഥവാ ഈ സന്തോഷഭരിതമായ മുഖക്കാർ പ്രവേശിച്ച സ്വർഗത്തിൽ ഒരു വേണ്ടാത്തരങ്ങളും തന്നെ ഉണ്ടായിരിക്കുകയില്ല, നിരർത്ഥകമായ ഒരു സംസാരവും അവിടെ കേൾക്കുകയും ഇല്ല. സൂറത്ത് മറിയമിൽ അല്ലാഹു പറഞ്ഞതുപോലെ ലാ യസ്മഊന ഫീഹ ലഗ്വൻ ഇല്ലാ സലാമ, സമാധാനം നിറഞ്ഞ വാക്കുകളല്ലാത്ത ഒരു ലഗ്വും തന്നെ, ഒരു നിരർത്ഥമായതും തന്നെ അവിടെ കേൾക്കാൻ കഴിയുകയില്ല. സൂറത്ത് തൂറിലെ 23-ാമത്തെ വചനത്തിൽ കാണാം, ലാ ലഗ്വുൻ ഫീഹ വലാ തഅസീം, ഒരു കുറ്റങ്ങളോ ഒരു വേണ്ടാത്തരങ്ങളോ അവിടെ ഉണ്ടായിരിക്കുകയില്ല. സൂറത്തുൽ വാഖിയയിലെ 25-26 വചനങ്ങളിൽ കാണാം, ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ഒരു നിരർത്ഥകമായതോ ഒരു തെറ്റായ വാക്കുകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കുകയില്ല. മറിച്ച് അവിടെ സലാമൻ സലാമ, സമാധാന പൂർണമായ വാക്കുകളായിരിക്കും അവിടെ എല്ലാവരും പ്രയോഗിക്കുന്നത്. കാരണം അവിടെ വിശ്വാസികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത വിഭാഗം മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ തിരഞ്ഞെടുക്കപ്പെടലിൽ ഉൾപ്പെടുവാനാണ് ഇവിടെ ഭൗതിക ലോകത്ത് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നു, ലാ തസ്മഉ ഫീഹ ലാഗിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേണ്ടാത്ത വാക്കുകളോ വേണ്ടാത്ത ആളുകളോ തന്നെ അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. ബൽ കുല്ലു മാ ഫീഹ ജിദ്ദുൻ, അവിടെയുള്ളതെല്ലാം കാര്യങ്ങളായിരിക്കും പറയുക. കുല്ലു മാ ഫീഹ സലാമുൻ, അവിടെയുള്ളതെല്ലാം സമാധാനത്തിന്റെ വാക്കുകളായിരിക്കും പറയുക. കുല്ലു മാ ഫീഹ തസ്ബീഹ്, അവിടെയുള്ളവരെല്ലാം തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള വാക്കുകളായിരിക്കും അവർ പ്രയോഗിക്കുക. യുൽഹമൂന തസ്ബീഹ് കമാ യുൽഹമൂന നഫ്സ്, ആ തസ്ബീഹുകളും ആ തഹ്മീദുകളും ഒക്കെ തന്നെയായിരിക്കും അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു തുളുമ്പുന്നത്. അത് ഉരുവിടുന്നതിൽ അവരുടെ മനസ്സുകൾക്ക് ഒരു പ്രയാസവും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അതവർ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഉരുവിടുന്ന രീതിയായിരിക്കും ഉണ്ടായിരിക്കുക. ഫഹും ദാഇമൻ ഫീ ദിക്രില്ലാഹ്, തുടർച്ചയായി റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിലും അള്ളാഹ്ക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിലും ആ രീതിയിലായിരിക്കും അവരുടെ ജീവിതം ഉണ്ടായിരിക്കുക. അതിലവർ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതായിരിക്കും. യഅതി ബഅ്ലുഹും ഇലാ ബഅ്ലിൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നവരായിരിക്കും. യസൂറു ബഅ്ലുഹും ബഅ്ല, പരസ്പരം സന്ദർശിക്കുന്നവരും പരസ്പരം അവർ വർത്തമാനം പറയുന്നവരുമായിരിക്കുമെന്നാണ്. നസ്അലുല്ലാഹ അൻ യജഅലനാ വ ഇയ്യാകും മിൻ അഹ്ലിഹാ, ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. 12-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫീഹ ഐനുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ഉറവുജലം അതിലുണ്ട്. ഫീഹ, അതിലുണ്ട്, ഐനുൻ, ഉറവുജലമുണ്ട്, ജാരിയത്തുൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന. ഈ വചനത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫീഹ ഐനുൻ ജാരിയത്തുൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരൊറ്റ ഉറവുജലമുണ്ട് എന്നൊരിക്കലും പറയാൻ കഴിയുകയില്ല. മറിച്ച് ആ വാചക ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നിലധികം ഉറവ് ജലങ്ങളുണ്ട് എന്ന ബഹുവചന രീതിയാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. പ്രയോഗിച്ച വാക്കുകൾ ഏകവചനമാണെങ്കിലും ആ വാചകത്തിലെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഭാഷാപരമായി തന്നെ അത് ബഹുവചന രീതിയിലാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് അർത്ഥം നൽകപ്പെടേണ്ടത് ഫീഹ ഉയൂനുൻ ജാരിയാത്ത്, അതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അരുവികളുണ്ട് എന്ന അർത്ഥം തന്നെയാണ് അവിടെ നൽകപ്പെടേണ്ടത്. ആ രീതിയിൽ അർത്ഥം നൽകുന്നതായി ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻഹാറുൽ ജന്നതി തഫ്ജുറു മിൻ തഹ്തി തിലാൽ ഔ മിൻ തഹ്തി ജിബാലിൽ മിസ്ക്, അഥവാ സ്വർഗത്തിലെ നദികൾ അത് ഒഴുകുന്നത് മിസ്കിനാലുള്ള കസ്തൂരിയാലുള്ള ഒരു പർവ്വതത്തിന്റെ ചുവട്ടിലൂടെയായിരിക്കും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത് അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ അരുവികൾ എന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ കാണാം, ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നുണ്ട്, സ്വർഗത്തിലെ നദികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറയുന്നുണ്ട്, ഫീഹ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ. അഥവാ 4 രീതിയിലുള്ള 4 വിഭാഗം നദികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പ്രയോഗിച്ചു. ഏതൊക്കെയാണ് ആ വിഭാഗം നദികൾ? ഒന്നാമത്തേത് അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത സ്വച്ഛമായ വെള്ളം വഹിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം നദികളാണ്. രണ്ടാമത്തേത് വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, പാലിനാലുള്ള അരുവികളാണ്. അതിന്റെ ത്വഅം, അതിന്റെ രുചി വ്യത്യാസം വന്നിട്ടില്ലാത്ത വിധം അത്രയും രുചികരമായുള്ള പാലിനാലുള്ള നദികളാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ,
മദ്യത്താലുള്ള അരുവികളാണ്. അഥവാ ഭൗതിക ലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദ്യം രുചിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അത് നിരുപാധികം ഉപയോഗിക്കാനുള്ള അവസരം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അത് രുചിക്കാതിരുന്നാൽ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു തആല അത് രുചിക്കാനുള്ള അവസരം അവർക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഖംറിനാലുള്ള മദ്യത്താലുള്ള ഒരു കൂട്ടം നദികൾ റബ്ബ് സുബ്ഹാനഹു തആല അവിടെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ലസ്സത്തിൽ ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾ ആസ്വാദനത്തോടു കൂടി അത് രുചിക്കുകയും ചെയ്യുന്നതായിരിക്കും. വഅൻഹാറും മിൻ അസലിൻ മുസഫ, നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സ്വച്ഛമായ തേനിനാലുള്ള നദികളാണ്. ഇപ്രകാരം 4 വിഭാഗം നദികളാണ് സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ വചനത്തിൽ പ്രയോഗിച്ച ജാരിയത്തുൻ, ഒഴുകുന്നതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഐതജരി ഹൈസു അറാദ അഹ്ലുഹ, ആ സ്വർഗത്തിലുള്ള ആളുകൾക്ക് സൗകര്യമാകും വിധത്തിലായിരിക്കും അതിന്റെ ഒഴുക്ക് ഉണ്ടായിരിക്കുക. അവർക്ക് ചെന്നിറങ്ങി കുടി കുത്തിയെടുക്കേണ്ട ആവശ്യമോ അതല്ലെങ്കിൽ അവർക്ക് പോയി കോരിയെടുക്കേണ്ട ആവശ്യമോ ഇല്ലാത്ത വിധം അവർക്ക് അവരുടെ അരികിലേക്ക് വരുന്ന രീതിയിൽ റബ്ബ് സുബ്ഹാനഹു തആല അത് സംവിധാനിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ്. അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല ഒരു കവിത പാടിയതായി കാണാം. അൻഹാറുഹാ ഫീ ഗൈരി ഉഖ്ദൂദിൻ ജറത്, ആ സ്വർഗത്തിലെ നദികൾ അത് റബ്ബ് സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് ഭൂമിയിലുള്ളത് പോലെ ദുനിയാവിലുള്ളത് പോലെ ഒരു പ്രത്യേക കിടങ്ങിലൂടെയല്ല, മറിച്ച് അത് റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗക്കാർ കുതകും വിധത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. സുബ്ഹാന മുംസികിഹാ അനിൽ ഫൈദാനി, അതിന്റെ ഒഴുക്കും അതിന്റെ രീതിയുമെല്ലാം ക്രമീകരിച്ച റബ്ബ് സുബ്ഹാനഹു തആല എത്ര പരിശുദ്ധനാണ്. ഇനി 13ാമത്തെ വചനത്തിലേക്ക് കടക്കാം. ഫീഹാ സുറുറും മർഫൂഅ, അതിൽ ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകളുണ്ട്. ഫീഹ, അതിലുണ്ട്, സുറുറുൻ, കട്ടിലുകളുണ്ട്, മർഫൂഅത്തുൻ, ഉയർത്തപ്പെട്ട. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, മർഫൂഅത്തുൻ എന്ന് പറഞ്ഞാൽ ആലിയത്തുൻ നഈമത്തുൻ കസീറത്തുൽ ഫറശ്. ഇവിടെ മുർത്തഫിഅത്തുൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏറ്റവും ഉയർന്ന രീതിയിൽ റബ്ബ് സുബ്ഹാനഹു തആല അത് വിശ്വാസികൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ടായിരിക്കും. അതിൽ അവരുടെ മനസ്സുകൾക്ക് ഇണക്കം തരുന്ന രീതിയിൽ ഇണകളും അവർക്കുണ്ടായിരിക്കും എന്നാണ്. അപ്രകാരം ആ കട്ടിലുകളിൽ അള്ളാഹുവിന്റെ ഉറ്റമിത്രമായ മുഅ്മിൻ വന്നിരുന്നു കഴിഞ്ഞാൽ ആ മുഅ്മിനിനോടുള്ള വിനയത്താൽ ആ കട്ടിലുകൾ അവർക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുന്നതായിരിക്കും എന്നാണ്. യജ്ലിസൂന അലൈഹാ യതഫക്കഹൂന, അവർ പരസ്പരം സംസാരിക്കുന്നവരായിരിക്കും, തമാശ പറയുന്നവരായിരിക്കും എന്നാണ്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും തണലുകളിൽ ആ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. 14ാമത്തെ വചനം നോക്കാം. വഅക്വാബും മൗദൂഅത്തുൻ, തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളുമുണ്ട്. വഅക്വാബുൻ, കോപ്പകളുണ്ട്. മൗദൂഅത്തുൻ, തയ്യാറാക്കി വെക്കപ്പെട്ടത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവാനി ശുർബ് മുഅദ്ദത്തുൻ മുർസദ്ദത്തുൻ ലിമൻ അറാദഹാ മിൻ അർബാബിഹ, അഥവാ റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കോപ്പകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ അത് പാനീയം അവർക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പാനീയമുള്ള ഒരു കോപ്പ അത് മുഅദ്ദത്തുൻ, തയ്യാറായി നിൽക്കുന്നു, മുർസദ്ദത്തുൻ, അടച്ചു മൂടി വൃത്തിയാക്കി വെക്കുന്ന രീതിയിൽ റബ്ബ് സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. 15ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വനമാരിഖു മസ്ഫൂഫ, അണിയണിയായി നിരത്തി വെക്കപ്പെട്ട മെത്ത തലയണകളും അവർക്കുണ്ടായിരിക്കും. വനമാരിഖു, മെത്ത തലയണകളുണ്ട്. മസ്ഫൂഫത്തുൻ, അണിയണിയായി നിരത്തി വെക്കപ്പെട്ടത്. 16ാമത്തെ വചനം, വസറാബിയ്യു മബ്സൂസ, വിരിച്ചു വിധാനിക്കപ്പെട്ട പരവതാനികളുമുണ്ട്. വസറാബിയ്, സറാബി എന്ന് പറഞ്ഞാൽ പരവതാനി എന്നർത്ഥം. മബ്സൂസത്തുൻ എന്നാൽ വിരിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിധാനിക്കപ്പെട്ടത്. നമാരിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നു, വസായിദ്, വസായിദ് എന്നാൽ തലയണ എന്നർത്ഥം. അതിന്റെ ഏകവചനം നുംറഖത്തുൻ എന്നാണ്. മസ്ഫൂഫത്തുൻ എന്നാൽ സൊഫായി നിൽക്കുന്നത് അല്ലെങ്കിൽ അണിയണിയായി വെക്കപ്പെട്ടത് എന്നർത്ഥം. അടുത്ത വചനത്തിൽ പറഞ്ഞ വസറാബിയ്യു മബ്സൂസ എന്ന് നോക്കുകയാണെങ്കിൽ സറാബി എന്നാൽ അല അൻവാഇൽ ഫുറുഷ്, അഥവാ ഈ വിരിപ്പിന്റെ ഒരു ഇനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഏറ്റവും മുന്തിയ രീതിയിലുള്ള പരവതാനിയാണ് അത് സൂചിപ്പിക്കുന്നത്. മബ്സൂസത്തുൻ എന്നാൽ മൻഷൂറത്തുൻ ഫീ കുല്ലി മക്കാൻ, എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ വിശാലമായി വിധാനിക്കപ്പെട്ടത് എന്നാണ്. ഇതിൽ വിശേഷിപ്പിക്കപ്പെട്ട ഏതെല്ലാം വിശേഷണങ്ങളാണെങ്കിലും ശരി, ഏതെല്ലാം കാര്യങ്ങളാണെങ്കിലും ശരി, ഒന്നും തന്നെ ഭൗതിക ലോകത്തിലുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഒരിക്കലും തന്നെ
ബന്ധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതിന് തുല്യമായതാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയുകയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും തന്നെ പരലോകത്തെ കാര്യങ്ങൾ ഭൗതിക ലോകത്തേക്ക് ബന്ധപ്പെടുത്തുവാനോ അത് ഇതേപോലെ തന്നെയാണ് എന്ന് ഉറപ്പു പറയുവാനോ സാധിക്കുകയില്ല. മറിച്ച് നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി വസറാബി എന്നും വനമാരിഖ് എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നു എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് കോപ്പകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം തന്നെ ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് സൂറത്തു സജദയിലെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു. അവരുടെ കണ്ണുകൾക്ക് കുളിർമയേകും വിധത്തിൽ അവർക്ക് വേണ്ടി ഗോപ്യമാക്കപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് അവർക്കാർക്കും അറിയില്ല. പക്ഷേ അത് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഈ രീതിയിൽ നമുക്ക് വിവരിച്ചു തരുമ്പോൾ ഐനുൻ ജാരിയ എന്നും സുറുറുൻ മർഫൂഅ എന്നും അക്വാബുൻ മൗദൂഅ എന്നും നമാരിഖ് മസ്ഫൂഫ എന്നും അങ്ങനെ തുടങ്ങിയുള്ള വിശേഷണങ്ങൾ സറാബിയും മബ്സൂസ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്നങ്ങോട്ട് തീരുമാനിക്കുവാൻ ഒരിക്കലും തന്നെ നമുക്ക് സാധിക്കുകയില്ല. കാരണം അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം റബ്ബ് സുബ്ഹാനഹു വ തആല പേരിട്ട് പരിചയപ്പെടുത്തി തന്നതാണ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാം, ലൈസ ഫിൽ ആഖിറതി മിമ്മാ ഫിദ് ദുനിയ ഇല്ലൽ അസ്മാഉ ഫഖത്ത്. അഥവാ ആഖിറത്തിലുള്ള കാര്യങ്ങളെ ദുനിയാവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേരുകൾ കൊണ്ട് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെയാണ് കാര്യവും ഉണ്ടായിരിക്കുക എന്ന് പറയാവതല്ല എന്നാണ്. അപ്പോൾ പരലോകത്ത് ഉള്ള കാര്യങ്ങൾ അത് വേറെ തന്നെയാണ്. അത് ഭൗതിക ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പേരുകൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഹഖീഖത്ത്, അതിന്റെ വാസ്തവം അത് എങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്ക് ചിത്രീകരിക്കുവാനോ രൂപപ്പെടുത്തുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഈ വക വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുവാൻ നമ്മൾ തയ്യാറാവുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിഅമത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം സജ്ജമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പരിശ്രമിക്കുവാൻ നമ്മൾ തയ്യാറാവുക. ജീവിത ലക്ഷ്യം അതാണ് എന്ന കാര്യം, ആ സ്വർഗം നേടിയെടുക്കലാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായി എപ്പോഴും ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിജയികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.